ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1 വീക്കിന് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. മാർക്കറ്റ് വലിയ മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടും കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും ആണ് വീഡിയോസ് ഇടാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ നിഫ്റ്റി ചാർട്ട് വരുന്നത്. നിഫ്റ്റി മോർണിംഗിൽ തന്നെ കഴിഞ്ഞ ആഴ്ചകളുണ്ടായിരുന്ന പോലെ തന്നെ ഒരു സിനാരിയോ തന്നെയാണ്. മോർണിംഗിലൊരു ചെറിയ കൺസോൾട്ടേഷൻ, പിന്നെ അവിടെ നിന്നൊരു മൂവ്മെൻറ്റ്, അതാണ് ഇന്നും നിഫ്റ്റി ഫോളോ ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിഫ്റ്റി അത്യാവശ്യം ചെറിയൊരു മൂവ്മെൻറ്റ് നടത്തി. അതേപോലെ തന്നെയാണ് ഇന്നും അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ മൂവ്മെൻറ്റ് വന്നു തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ബേസിക്കലി ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ആണ് നിഫ്റ്റി എപ്പോഴും മൂവ്മെൻറ്റ് ചെയ്യണത്. അപ്പോൾ മോർണിംഗിൽ തന്നെ നമുക്കൊരു ചെറിയൊരു കൺസോൾട്ടേഷൻ, കുറച്ച് നേരത്തെ കൺസോൾട്ടേഷനാണ്. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നു. അപ്പോൾ സൈഡ് വേസിൻ്റെ ഒരു ഏരിയ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വലിയ തിയറി ആയിട്ടല്ല ഞാൻ പറയണത്. നമുക്കും വെറുതെ ചാർട്ട് നോക്കിയിരിക്കുന്ന നേരത്തെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണുന്ന സമയത്ത് വെറുതെ ഒന്ന് വരച്ച് വയ്ക്കുക, അവിടെ എന്തുണ്ടാവണമെന്ന് നോക്കുക, അത്ര ഉള്ള കാര്യം. നമ്മുടെ തിയറിയും കാര്യങ്ങളും പിന്നെ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്നൊക്കെ വേറെ സെറ്റപ്പാണ്. ജസ്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇരിക്കണ നേരത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അത് ഇന്നല്ലെങ്കിൽ നാളെ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ കൺസോൾട്ടേഷൻ ഉള്ള ഏരിയകളിലൊന്ന് മാർക്ക് ചെയ്തിടുക. അതിനുശേഷം ബ്രേക്ക് ഔട്ട് ആയതുകൊണ്ട് മുകളിലേക്ക് പോകാൻ നിർബന്ധമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. ഓപ്പൺ ആയിട്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ കൺസോൾട്ടേഷൻ, പിന്നെ ഒരു ബ്രേക്ക് ഔട്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ലിക്വിഡിറ്റി കൺസെപ്റ്റൊക്കെ പഠിക്കുന്നവർക്ക് മുകളിൽ ലിക്വിഡിറ്റി ഉണ്ട്, അടിയിൽ ലിക്വിഡിറ്റി ഉണ്ട്. മുകളിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത ശേഷം അടിയിലേക്ക് വന്നു, അടിയിൽ നിന്നും ഗ്രാബ് ചെയ്ത ശേഷം മുകളിലേക്ക് പോവാം. അവിടെ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ കൊടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഒന്ന് കൺസിസ്റ്റൻ്റ് ആകുമ്പോൾ അത് വേണമെങ്കിൽ അത്യാവശ്യം വേറൊരു സപ്പോർട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്ത കാര്യം. ഇത് ജസ്റ്റ് ഒരു തിയറി പോലെ നമ്മൾ നോക്കിയാൽ മതി. പ്രാക്ടിക്കലായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വേറെ മെത്തേഡാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിന് നമുക്ക് ഉടനെ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഈ ബ്രേക്ക് ഔട്ടിലെ ട്രേഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ കാണണ്ടാവും ഈ ഒരു ഓവർഫ്ലോ വരുന്നൊരു ബ്രേക്ക് ഔട്ട്. അവിടെ നിന്നൊക്കെ ഒരു ട്രേഡ് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക, നിങ്ങൾക്കും ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഒരു സപ്പോർട്ട് ബ്രേക്കായി, അതിനുശേഷം അത്യാവശ്യം നല്ല രീതിക്ക് ഇടയ്ക്ക് പോന്നിട്ടുണ്ട്. പിന്നെ ഒരു കൺസോൾട്ടേഷൻ വന്നു. ഇന്ന് സിയിലേക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് ടോട്ടലൊരു പിയുടെ ഒരു സെൻറ്റിമെൻ്റാണ് നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ സിയിലേക്ക് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, കൊടുത്തിട്ടുമില്ല. അങ്ങനെ തന്നെയാണ് ഞാൻ ഗ്രൂപ്പിലും പറഞ്ഞത്. അപ്പോൾ ഇവിടെ പിന്നെയും ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ട്, തിരിച്ചിറങ്ങി പിന്നെയും ബ്രേക്ക് ഔട്ട് ആവുന്നുണ്ട്. സിയിലേക്കൊന്നും പോയിട്ടില്ല. നമ്മൾ പി തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിയിലേക്ക് തന്നെയാണ് മാർക്കറ്റ് വന്നത്. അതിനുശേഷം ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് ഭയങ്കര വോളാട്ടിലാണ്. ഇവിടുന്ന് തൊട്ട് മാർക്കറ്റ് ഭയങ്കര വോളാട്ടിലായി. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള പണിയിടാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയ, അതായത് ഒരു 1.25 തൊട്ടിട്ട് ഇങ്ങനത്തെ ഒരു സിനാരിയോ ആണ്. മാർക്കറ്റ് ഭയങ്കരമായിട്ടുള്ള മൂവ്മെൻ്റാണ്. അത് ചിലപ്പോൾ മേ ബി നാളെ മന്ത്ലി എക്സ്പയറി ബാങ്ക് നിഫ്റ്റി ഉള്ളത് കൊണ്ടായിരിക്കാം, പറയാൻ പറ്റില്ല. അപ്പോൾ നാളെയും ഇതേപോലത്തെ ഒരു വോളാറ്റിലിറ്റി ആണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ച് ഈസിയാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു മൊമെൻ്റ് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ട്രേഡ് കൊടുക്കേണ്ട കാര്യങ്ങളില്ല. നാളെ ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിക്കോട്ടെ, പ്രശ്നമില്ല. നമ്മളങ്ങനെ പ്രതീക്ഷിക്കണില്ല. ഒരു നോർമൽ ഭയങ്കര എഴഞ്ഞ് പോണൊരു മാർക്കറ്റ്, അങ്ങനത്തെ ഒരു സിനാരിയോ നോക്കണുള്ളൂ. ഇങ്ങനത്തെ സംഭവം പ്രതീക്ഷിക്കണില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ട്രേഡ് എടുത്തിട്ടില്ല, പറയാണ്. നാളെ ഇങ്ങനെ ഉണ്ടായ പ്രശ്നമില്ല. അതാണ് അത്യാവശ്യം നാളെ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് നല്ല രീതിക്ക് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓരോ മൊമെൻറ്റം കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ അടിപൊളി 0 ട്രേഡ്സ് ഉണ്ടാവും, അടിപൊളി പൊസിഷൻ ട്രേഡ്സ് കിട്ടും, ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റികളുണ്ടാവും. ഇങ്ങനത്തെ മൊമെൻ്റാണ് ഫാസ്റ്റുള്ള മൊമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ SL അടിക്കില്ല എന്നുള്ളതല്ല കേട്ടോ പറഞ്ഞത്. SL ഒക്കെ അടിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ അതിൻ്റെ മുകളിൽ നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും അടുത്ത ട്രേഡുകളിലൊക്കെ. അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ട്രേഡിനെ കുറിച്ച് പറയാം. ഒരെണ്ണം പറഞ്ഞാൽ 26,000 B ആണ്. 26,000 B ഫുൾ ടാർഗറ്റാണ്, 50 പോയിൻ്റാണ്. ഈ ട്രേഡ് കിട്ടി ഫുൾ ടാർഗറ്റ് ആവണ ടൈം എന്നൊക്കെ പറഞ്ഞാൽ 10 മണി ടു 1:30 കണ്ടിന്യൂ മുകളിലേക്ക് തന്നെയാണ്, അപ്പേൺ തന്നെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബുള്ളിഷ് തന്നെയാണ് മാർക്കറ്റ്, മീൻസ് പിയിൽ ബുള്ളിഷാണ്. അപ്പോൾ പല പ്രൈസ് റേഞ്ചുകൾ നമുക്ക് കാണാൻ പറ്റും. 64 പറഞ്ഞ പ്രൈസ് ഉണ്ട്, 45 പറഞ്ഞ പ്രൈസ് ഉണ്ട്, 33 ഉണ്ട്, 23 ഉണ്ട്. 23 ട്രേഡ് കിട്ടിയില്ല, പിന്നെ 33 കിട്ടിയേക്കണത്. എല്ലാവരും കിട്ടുന്ന ട്രേഡാണ് കേട്ടോ. ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും ഒക്കെ കിട്ടിയ ട്രേഡാണ്. അപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പറ്റും. അതിനുശേഷം 45 പറഞ്ഞ പ്രൈസ് ഉണ്ട്, അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്.
ആടെ എടുക്കുന്നവർക്ക് അവിടെ എടുക്കാം. പക്ഷെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എടുക്കാനൊന്നും. പക്ഷേ ഈ പ്രൈസൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ 64 എന്ന് പറഞ്ഞ പ്രൈസ് ഉണ്ട്. 64 ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗ്രൂപ്പിലത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അപ്പോഴാണ് നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാവുള്ളൂ. ഈ 64 എന്ന് പറഞ്ഞ പ്രൈസ് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇതോടെ വരെ പ്രൈസ് എത്തിയ സമയത്ത് ഇട്ടുണ്ടായിരുന്നു. അതായത് പ്രോഫിറ്റ് ഈ ഒരു ഏരിയയിലൊക്കെ എത്തണ സമയത്ത് നമ്മളൊരു സ്ക്രീൻഷോട്ട് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 64 പൈസ ഉണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ട്രേഡ് എടുക്കാൻ പറ്റും. ഇൻ കേസ് ഇപ്പോൾ 33 എടുത്തില്ലെങ്കിൽ 45 എന്തായാലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്തായാലും പ്രോഫിറ്റ് അവിടെ കിട്ടാവുന്ന കാര്യം തന്നെയുള്ളൂ. പിന്നീട് നിങ്ങൾ നോക്കി മനസ്സിലാവും. ഞാൻ നേരത്തെ ലാസ്റ്റ് ടൈമിലുണ്ടായിരുന്ന വോളാറ്റിലിറ്റി ഇതാണ്. നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വോളാറ്റിലിറ്റിയാണ് വരുന്നത് ഇവിടെ. കണ്ടില്ലേ, ഭയങ്കരമായിട്ട് പ്രൈസ് വോളാറ്റിലാണ് ഇവിടെ. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചർ പരിപാടിയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടക്കുമ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാകും. പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് അത് വരികയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. നമുക്ക് പല പല ഗെയിംസും പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ സെൻസസ് ആണ് 85-100 PE. സെൻസസിൽ നമുക്ക് എൻട്രി മിസ്സിങ് ആണ്. ഒരു ഹൈ എൻഡ് റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് എൻട്രി വരണത്. 10.57 10.57 10.45 ആ ടൈമിലൊക്കെയാണ് എൻട്രി വരുന്നത്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ ആണ് പ്രൈസ്. ഞാൻ ബൈ ചെയ്യാൻ പറഞ്ഞ പ്രൈസ് 307 ആ ടൈമിന് ഒരു 330 റേഞ്ചിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് SL കൂടും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് SL കൂട്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ 80 പോയിന്റ് SLക്ക് പോകും. നിങ്ങൾ ലിമിറ്റിൽ നിന്ന് 40 പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ഒരു 70-80 പോയിന്റ് അല്ലെങ്കിൽ 65-80 പോയിന്റ് എന്നുള്ള ലെവലിൽ SL പോകും. അപ്പോൾ അതിന് താല്പര്യമെടുക്കുക അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് വെയിറ്റ് ചെയ്യുക. ഇത് ലിമിറ്റിക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ബേസിൽ അഗ്രസീവായിട്ട് എടുത്ത ആൾക്കാർക്ക് പ്രോഫിറ്റ് തന്നെ വേണം കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ ഹോൾഡിംഗ് ടൈം വലുതാണ്. അത്രയുള്ള കാര്യം. പിന്നെ ഉണ്ടായിരുന്നത് നമുക്ക് 59,000 PE ബാങ്ക് നിഫ്റ്റിയിലാണ്. ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ മീൻസ് ഒരു മന്തിൻ്റെ അവസാനം ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റി ഇടാറുണ്ട്. എന്ന് വെച്ചാൽ പ്രൈസ് കുറവാണ്, എല്ലാവർക്കും എടുക്കാൻ പറ്റും. 136 ഒക്കെ പ്രൈസ്. അപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയത് 163 163 240 റേഞ്ചിലേക്കൊക്കെ പോയിട്ടുണ്ട്. അതൊരു 80 പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിൽ പോയിട്ടുണ്ട്. 30 പോയിന്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ SL വരിക. 80 പോയിന്റാണ് ഇപ്പോൾ മൂവ് ചെയ്തേക്കണത്. 1 വേ തന്നെ 80 പോയിന്റ് പോയിട്ടുണ്ട്. പിന്നെ കൺസോളേഷനാണ്. അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റി കൂടി ട്രേഡ് എടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ നിഫ്റ്റിയിൽ നോക്കിയിട്ട് ഒരിക്കലും നമുക്ക് ബാങ്ക് നിഫ്റ്റി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നിഫ്റ്റി സെൻസസ് ആണ് ഒരേ റേഞ്ച് പോകണമെമ്പോൾ. ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ വേറെ ലീഗാണ്. മനസ്സിലായാലും ബാങ്ക് നിഫ്റ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കണം. ഇനിയിപ്പോൾ ചാർട്ട് നോക്കിയില്ലെങ്കിൽ സ്ട്രൈക്ക് ചാർട്ടെങ്കിലും നോക്കണം. നിഫ്റ്റിയിൽ ട്രേഡ് ആക്ടിവേഷൻ ആയെന്ന് കൊണ്ടൊന്നും ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ആലോചിച്ചും കണ്ടിട്ടൊക്കെ ചെയ്യുക. ബാങ്ക് നിഫ്റ്റി വേറൊരു ഏരിയ ആണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് ടൈമിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ചാർട്ട് കണ്ടല്ലേ, സ്ട്രൈക്ക് ചാർട്ട്. മറ്റോടത്ത് അപ്പോഴും ഹൈ റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇതും PE ആണ്, അതും PE ആണ് നിഫ്റ്റി. പക്ഷേ ഇതൊക്കെ നിൽക്കുന്നത് ഭയങ്കര ലോയലാണ്. പക്ഷേ നിഫ്റ്റി നിൽക്കുന്നത് അപ്പോഴും ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ടാസ്ക് പിടിച്ചൊരു ഏരിയ ആണ്. നോക്കിയിട്ട് കണ്ടിട്ടൊക്കെ ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ചെയ്യുന്ന ആൾക്കാർ നിഫ്റ്റി ഫോക്കസ് ചെയ്യാണ്ട് ബാങ്ക് നിഫ്റ്റി തന്നെ ഫോക്കസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ നോക്കും. അപ്പോൾ നമുക്ക് ഇത്രയും ട്രേഡുകളാണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളൂ. ട്രേഡ് കുറവായതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞില്ല നിഫ്റ്റിയിൽ കുറച്ച് പ്രൈസുകളുണ്ട് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ ട്രേഡ് എടുക്കാം. ടോട്ടൽ മാർക്കറ്റ് എന്തൊരു സ്ലോ മോഡലായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ഫാസ്റ്റായിട്ടൊന്നും ചിന്തിക്കാൻ പറ്റില്ല. പല പല പ്രൈസിൽ ട്രേഡ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും മാർക്കറ്റ് സ്ലോ ആയതുകൊണ്ട് മാർക്കറ്റ് നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് പെട്ടെന്നൊന്നും വരില്ല. മീൻസ് 10 പോയിന്റ് പെട്ടെന്നൊന്നും വരില്ല. അപ്പോൾ ഞാൻ കുറേ ട്രേഡ് ഇടുന്നതിൽ അർത്ഥമില്ല. ഒറ്റ ട്രേഡുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പ്രൈസുകൾ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഫസ്റ്റ് ട്രേഡ് കാര്യം ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഗോൾഡ് ഒരു മെത്തേഡൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങളോട് പറയാം. ഗോൾഡിൽ ചെയ്യുന്നുണ്ടോ, ക്രിപ്റ്റോയിൽ ചെയ്യുന്നുണ്ടോ, ഫോറക്സിൽ ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ നമുക്ക് കൺഫേം ആയിട്ട് 100% പറയാൻ പറ്റില്ല. ഇതൊക്കെ ഇത് ടാസ്ക് പിടിച്ച ഏരിയയാണ്. ഞാനിപ്പോൾ ഇതൊരു 2 മാസമായിട്ട് ഗോൾഡ് നോക്കുന്നുണ്ട്. ഗോൾഡ് ബിറ്റ്കോയിനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ടാസ്ക്കാണ്. ലോട്ട് മാനേജ്മെൻറ്റ് കാര്യമായിട്ട് വേണം. സൈക്കോളജി ഇപ്പം നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വലിയ സൈക്കോളജി ഒന്നും ഇല്ല. നമ്മൾ ചെറിയ എമൗണ്ട് കൊടുക്കണു, വലിയ അക്കൗണ്ട് എടുക്കണു. മനസ്സിലായാൽ അത് പോയാലും നമുക്ക് വിഷയമല്ല. നിങ്ങളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ 10,000 കൊണ്ടുവന്നിട്ട് അത് പോയി കഴിഞ്ഞാൽ ചിലർക്കൊന്നും വിഷയമല്ല.
അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഫണ്ട് അക്കൗണ്ട് എടുത്തിട്ട് ഈസി ആയിട്ട് പോയാലും വിഷയമൊന്നുമല്ല, മനസ്സിലായാലേ. പക്ഷെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിലും ഇപ്പോൾ ഇതിലാണെങ്കിലും ഇമ്പോർട്ടൻ്റ്. വലിയ തിയറികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കുറച്ച് ഒരു കൺഫർമേഷൻ നോക്കണു എന്ന് മാത്രം. നമ്മുടെ സ്ഥിരം ചെയ്യണ മെത്തേഡൊന്നും ഇതിൽ വർക്കാവില്ല, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളൊന്ന് മാറ്റി ചിന്തിച്ച് വേറൊരു ടൈപ്പിൽ ഇതിനെ ഒന്ന് നോക്കണം, എന്നാലാണ് ഇത് കറക്റ്റ് ആവുള്ളൂ ഗോൾഡൊക്കെ. അപ്പോൾ നിങ്ങൾ ട്രേഡൊക്കെ എടുക്കുന്ന സമയത്ത് ഗോൾഡിൻ്റെ കാര്യമല്ല, ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളൊരു പൈസ കൊണ്ടുവന്ന് നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ സെറ്റപ്പ് കറക്റ്റാക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുക. മനസ്സിലാവാത്തവർ പേപ്പർ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ സെൽഫ് ട്രേഡ് എന്തെങ്കിലും പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെ ഡെമോ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതിൽ ചെയ്യുക. റിയൽ മണി ഇട്ട് നമ്മളെ അടുത്ത് ചെയ്യാൻ നിൽക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ സെറ്റപ്പ് മനസ്സിലായിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങൾ കോഴ്സ് എടുത്ത് പഠിക്കണം എന്നല്ല പറയണത്, ഞാനത് പിൻ ചെയ്തിട്ടിട്ടുണ്ട് ഫ്രീ ഗ്രൂപ്പിൽ, എങ്ങനെയാണ് എൻ്റെ ഒപ്പം ട്രേഡ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുക. അപ്പോൾ നിങ്ങൾ വെറുതെ എന്തെങ്കിലും ട്രേഡ് എടുത്ത് ഒരു ദിവസം ഒരു ട്രേഡോ 2 ട്രേഡോ എടുക്കാനോ ഉദ്ദേശം ഉണ്ടാവുള്ളൂ. അത് മേ ബി ചിലപ്പോൾ എൻ്റെ ഒരു ബാക്കിക്കേട്ട് ചിലപ്പോൾ 2 ദിവസമായിരിക്കും, പിന്നെ വരണൊക്കെ ആകും പ്രോഫിറ്റ്. ആ സമയത്ത് നിങ്ങളുണ്ടാവില്ല. ആ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഉണ്ടായാലും ചിലപ്പോൾ നോക്കിയിരിക്കുള്ളൂ. ഇങ്ങനത്തെ ഒരു സിനാരിയോസ് നമുക്ക് നടക്കും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാർ ചെയ്യണ്ട എൻ്റെ ഒപ്പം, മനസ്സിലായില്ലേ. അല്ലാത്തവർ മാത്രം ചെയ്താൽ മതി. നമുക്ക് ഇത്തിരി ട്രേഡ് എടുക്കേണ്ട വരും, ഒരു 3-4 ട്രേഡൊക്കെ എടുക്കേണ്ട വരും. എന്നാലാണ് ഇതൊക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണ മാതിരി ഒരു ട്രേഡ് 2 ട്രേഡ് എടുത്തിട്ട് ഇതിൽ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നേടിയെടുക്കാനൊന്നും പറ്റില്ല, മനസ്സിലായില്ലേ. നമ്മൾ മാർക്കറ്റിൻ്റെ ഒപ്പം ബിഹേവിയറിനനുസരിച്ച് ചേഞ്ച് ആയേ പറ്റൂ. അത് 100% അങ്ങനെയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇത് ചെയ്യണ്ട, എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡിന് വേണ്ടി 2 ട്രേഡിന് വേണ്ടി എന്തായാലും ജോയിൻ ചെയ്യണ്ട. പേപ്പർ ട്രേഡ് നിൽക്കുകയും വേണ്ട, പഠിക്കുകയും വേണ്ട, പ്ലീസ്. അതെന്ന് വെച്ചാൽ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഇന്നലെ ഒരാൾ കയറി, ഇന്ന് പ്രോഫിറ്റായി, ഇപ്പോൾ പെയ്ഡ് ഗ്രൂപ്പിൽ, നാളെ തന്നെ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഒരു എമൗണ്ട് വന്ന് ആൾ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പിന്നെ കണ്ടെടുക്കുന്ന ടൈമിൽ ഈ പറഞ്ഞ പ്രോഫിറ്റ് വരുന്നില്ല എന്ന് കാണുന്ന സമയത്ത് ചിലപ്പോൾ ലോസുകൾ ഉണ്ടാവാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഫസ്റ്റ് ട്രേഡ് ആദ്യത്തെ ട്രേഡ് നല്ല പ്രോഫിറ്റ് ഉണ്ടാവും, അതനുസരിച്ചിട്ടാണ് വരണത്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ എടുക്കുമ്പോൾ 3-4 ട്രേഡെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. 3-4 ട്രേഡ് എടുക്കുന്ന ആൾക്കാർക്കാണ് നമുക്കിതൊക്കെ എന്തെങ്കിലും റിക്കവർ ആക്കാനുള്ള ഓപ്ഷനെങ്കിലും ഉള്ളൂ. അത് മനസ്സിലാക്കുക. അല്ലാണ്ട് ഒരു ട്രേഡ് എടുത്ത് 2 ട്രേഡ് എടുത്ത് ഒന്നും ചെയ്യാനതിൻ്റെ ഉള്ളിൽ, മനസ്സിലായാൽ. ട്രേഡിങ് സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർ, ഇതിലെന്തെങ്കിലും പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ മാത്രം ജോയിൻ ചെയ്യുക. വെക്കേഷൻ പോലെ ട്രേഡിങ്ങിനൊന്നും കണ്ടിട്ടൊരു കാര്യമില്ല. അത് ഞാൻ പറയാമല്ലോ. നമ്മളൊരു വെക്കേഷൻ പറഞ്ഞ ടൈമിൽ ട്രേഡ് ചെയ്യാം, വേണമെങ്കിൽ പൈസ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ എനിക്ക് പോയാലും പ്രശ്നമില്ല. അങ്ങനത്തെ ആൾക്കാർ ചെയ്തോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാര്യമില്ല, മനസ്സിലായില്ലേ. അതൊന്നും ഒരു പ്രാവർത്തികം ആവണ ഒരു സംഭവമല്ല, മനസ്സിലായില്ലേ. അപ്പോൾ അതൊരാൾക്കാർ മാറി നിൽക്കുക, അവരുടെ ഉള്ള കാശ് കളയാണ്ടിരിക്കുക. ചിലപ്പോൾ ഇത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു എമൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എമൗണ്ട് ഇട്ടിട്ട് അവർ റിക്കവർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഉള്ളതും കൂടിയും പോകാനേ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അത് ചെയ്യാണ്ടിരിക്കുക. അത് നമുക്ക് പറ്റിയ ഏരിയ ഒന്നും അല്ല തോന്നപ്പോൾ. ഇതൊക്കെ പറ്റിയ ഏരിയകൾ ആയിട്ടുള്ള ആൾക്കാരുകൾ വേറെ ഉണ്ടാകും. അപ്പോൾ അവർ ചെയ്യട്ടെ. ഇതിപ്പോൾ ഭയങ്കര കാശുള്ള ഒരാളാണെങ്കിലും കാശില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും, ഈ 2 കാറ്റഗറി പെട്ട ആൾക്കാരാണെങ്കിലും നമുക്ക് ഇതിലൊരു പാഷനും ഡെഡിക്കേഷനും ഉണ്ടെങ്കിലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഞാൻ നമുക്ക് ചാട്ട് നോക്കിയിരിക്കണം, മനസ്സിലായില്ലേ. ഇതിനെ നിങ്ങൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്കതൊന്നും ഒന്നും വർക്കാവില്ല, സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ജോലിക്കാരായിട്ടുള്ള ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ ജോലിക്കാരാണ്. ജോലിക്കാരെന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണ്. ഇവരിപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, ട്രേഡ് എടുക്കുന്നവരുണ്ട്, പാഷനേറ്റായിട്ട് നിൽക്കുന്ന ജോലിക്കാർ ഉണ്ട് ഗ്രൂപ്പിൽ. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, പാഷനേറ്റ് അല്ല, വേണമെങ്കിൽ എടുത്താൽ മതി, എടുത്തു കഴിഞ്ഞാൽ ലോസ് ആയി കഴിഞ്ഞാൽ ലോസ്, മനസ്സിലായില്ലേ. അങ്ങനത്തെ ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. ലോസ് ആയാലും അത്യാവശ്യം എല്ലാ ദിവസവും റിക്കവറാക്കി നല്ല പ്രോഫിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ജോലിക്കാർ 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. നിങ്ങളുടെ ഒരു ഡെഡിക്കേഷനാണ് ഇവിടുത്തെ ചോദ്യം. ഇത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ല. ഇതിൽ സൈക്കോളജി ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിലാണ് അതൊക്കെ ശരിയാവുള്ളൂ. നമ്മൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ.
വീഡിയോ ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, അപ്പോൾ ഓക്കെ ബൈ.